ഓം ഭൂയോ വിപ്പടുബുദ്ധി വിപ്പടുതിയാം ഹോരാഫലജ്ഞപ്തേ ശബ്ദന്യായ സമന്വിതേഷു ബഹുശ ശാസ്ത്രേഷു ദൃഷ്ടേഷു വി ഹോരാതന്ത്രമഹാർണവപ്രതർണേ ഭക്നോദ്യമാനാമഹം സ്വൽപ്പം വൃത്തവിചിത്രമർത്ഥബഹുളം ശാസ്ത്രപ്ലവം പ്രാരഭേത്. അതെ, ഹോരാശാസ്ത്ര ഗ്രന്ഥത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതിയെക്കുറിച്ചൊക്കെയുള്ള വ്യാകരണങ്ങളും അതുപോലെ തന്നെ ശത്രുമിത്ര ഭാവഭേദങ്ങളും വ്യാകരണങ്ങളും ഒക്കെ അനുസരിച്ചാണ് ഈ ജ്യോതിഷ പങ്ക്തി മുൻപോട്ട് പോകുന്നത്. 2025 മാർച്ച് മാസ ഫലമാണ് പറയുന്നത്. അത് ധനു രാശിക്കാരായിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. ധനു രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം മാർച്ച് മാസം വളരെയധികം പ്രത്യേകതകൾ ഉള്ള ഒരു മാസമാണ്. അതായത് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചും നോക്കുമ്പോൾ രാശ്യാധിപൻ കൂടി ആയ, അതെ, സുഖസ്ഥാനത്തിൻ്റെ അധിപൻ കൂടിയായ ആ വ്യാഴം അനിഷ്ടഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്, 6ാമിടത്ത്. അപ്പോൾ ദൈവാധീനം ഒരു അല്പം കുറഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു സൂചനയുമുണ്ട്. എന്നിരുന്നാലും ത്രികോണസ്ഥാനത്തിൻ്റെ അധിപനായിരിക്കുന്ന ചൊവ്വ നിവൃത്തിസ്ഥാനത്ത് നിന്നുകൊണ്ട് രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുകയും അതുപോലെ തന്നെ മാസത്തിൻ്റെ പകുതി കഴിയുമ്പോൾ 9ാം ഭാവാധിപൻ നിവൃത്തിസ്ഥാനത്ത് വരികയും ചെയ്യും. കൂടാതെ 11ാം ഭാവാധിപത്യം കൂടിയുള്ള ആ ശുക്രൻ സുഖസ്ഥാനത്ത് ഉച്ചം ചെയ്താണ് നിൽക്കുന്നത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പല വിധത്തിലുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും വളരെയധികം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും ഉണ്ട്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക്, ജാതകം പരസ്പരം ഒത്തുനോക്കുന്നതിന്, പൊരുത്തം നോക്കുന്നതിന്, അതുപോലെ തന്നെ തൊഴിൽ തടസ്സമോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾക്കായിട്ട് ജാതകം നോക്കുന്നതിനുമൊക്കെ, രോഗകാര്യങ്ങളായാലും കടങ്ങളായാലും തൊഴിൽ കാര്യമായാലും വിവാഹ കാര്യമായാലും ഒക്കെ നോക്കുന്നതിന്, ഓൺലൈനായിട്ട് നോക്കുന്നതിനും നേരിട്ട് വരുന്നതിനും ഒക്കെ അവസരമുണ്ടായിരിക്കുന്നതാണ്. ധനു രാശിക്കാരായിരിക്കുന്ന മൂലം, പൂരാട, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. എന്നിരുന്നാലും ചില അസുഖങ്ങൾ, അതായത് കഫസംബന്ധമായിട്ടോ വാദസംബന്ധമായിട്ടോ ഒക്കെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കൃത്യസമയത്തൊക്കെ മെഡിസിനൊക്കെ കഴിക്കുകയും ആഹാരം കഴിക്കുന്നതിനും ഒക്കെ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പ്രായമായവർ, ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉള്ളവർ അത് കൃത്യമായിട്ട് പരിപാലിച്ചു പോന്നാൽ അധിക ചെലവുകളില്ലാതെ, അധിക ഹോസ്പിറ്റലിൽ ഒക്കെ പ്രവേശിക്കാതെയൊക്കെ രക്ഷപ്പെടുവാനായിട്ട് സാധിക്കുന്നതുമാണ്. സഹോദരസ്ഥാനീയരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ ചില സഹായങ്ങൾ ലഭിക്കുന്ന ഒരു മാസമാണ്. അധിക സാഹസികത പാടില്ല. അതായത് യുവതി യുവാക്കളായാലും കൗമാരപ്രായക്കാരായാലും മധ്യവയസ്കരായാലും അധിക സാഹസികത പാടില്ല. തീരുമാനങ്ങൾ എടുക്കുന്നത് ദുർബുദ്ധിയായി പോകാതെ വളരെ ശ്രദ്ധിക്കണം. അതായത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്നവർ പെട്ടെന്ന് ചില കാര്യങ്ങളെ മാത്രം അവലോകനം ചെയ്ത് വിലയിരുത്തി ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ദീർഘകാലത്തേന് ആണെങ്കിൽ വലിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുക, പേരുദോഷങ്ങൾ ഉണ്ടാകുക, നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സൂചനയുള്ള ഒരു മാസമാണ് മാർച്ച് മാസം. സ്വന്തം വാക്കിൻ്റെ മികവ് കൊണ്ട് കുറേയൊക്കെ കാര്യങ്ങൾ, പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകുവാനായിട്ട് സാധിക്കും. ശത്രുക്കളൊക്കെ പത്തി മടക്കുന്ന ഒരു മാസമാണ്. ശത്രുതയൊക്കെ കുറയുകയും ശത്രുക്കളുടെ മേൽ വിജയം വന്നു ചേരുകയും ചെയ്യുന്ന ഒരു മാസമാണ്. സുഖസ്ഥാനത്ത് രാഹു സ്ഥിതി ചെയ്യുന്നതിനാൽ കുടുംബത്ത് പല വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ജീവിത പങ്കാളിയുമായിട്ടോ അതല്ല പ്രായമായ മാതാപിതാക്കൾക്ക് മക്കളുമായിട്ടോ സഹോദരസ്ഥാനീയരുമായിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വാഹന സംബന്ധമായ കാര്യങ്ങൾക്ക്, ചില കാര്യങ്ങൾക്കൊക്കെ വളരെ നേട്ടമാണ്. പുതിയ വാഹനം വന്നു ചേരുന്നതിനൊക്കെ യോഗമുണ്ട്. എന്നിരുന്നാലും വാഹനം സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യുന്നവർ അതീവ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമുള്ള ഒരു മാസമാണ്. വാഹന സംബന്ധമായ ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് അഭിവൃദ്ധികൾ വന്നു ചേരും. പ്രത്യേകിച്ച് കലാകാരന്മാരായിരിക്കുന്നവർ, കലയുമായി ബന്ധപ്പെട്ട അനവധി തൊഴിലുകളുണ്ട്. അതായത് കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്യുന്നവരായാലും
ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ടോ മറ്റ് ഏതെങ്കിലും തരത്തിൽ വാഹന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇൻറ്റീരിയർ ഡിസൈനേഴ്സ്, എക്സ്റ്റീരിയർ ഡിസൈനേഴ്സ്, ആർക്കിടെക്റ്റേഴ്സ്, കൂടാതെ വസ്ത്ര നിർമ്മാണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ, ഒരു ചെറിയ ഹോട്ടൽ നടത്തുന്നവർ, അല്ലെങ്കിൽ പാചക രംഗത്തൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർ, ബ്യൂട്ടി പാർലർ നടത്തുന്നവർ, വാഹന മെക്കാനിക്കൽ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർ, എന്തിന് ഏറെ പ്രത്യേകിച്ച് പറയുന്നു, അത് ഒരു കരവിരുത് തെളിയിക്കുവാനൊക്കെ സാധിക്കുന്ന ഒരു മാസമാണ്. സ്വന്തമായിട്ട് ബിസിനസ്സുകൾ ചെയ്യുന്നവരും ഉൽപ്പാദിത മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ വളരെ നല്ല അഭിവൃദ്ധികൾ വന്നു ചേരും, സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കും. സർവ്വ അഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവത്തിൻ്റെ അധിപൻ തൻ്റെ ഉച്ചരാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ദീർഘനാളുകളായിട്ട് സാധിക്കുകയില്ല എന്ന് പല പ്രാവശ്യം ശ്രമിച്ചിട്ടും സാധിക്കാത്ത ചില പരീക്ഷകൾ എഴുതി പാസ്സാകുകയോ ഇൻ്റർവ്യൂവിൽ പാസ്സാകുകയോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള അഭിവൃദ്ധികളൊക്കെ വന്നു ചേർന്ന് പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിനൊക്കെ യോഗമുള്ള ഒരു മാസം. ഉത്തമ സന്താന ഭാഗ്യത്തിനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക്, ദമ്പതികളായിട്ടുള്ളവർക്ക് ഒരു സന്താന ഭാഗ്യത്തിനൊക്കെ നല്ല സമയമാണ്. പ്രത്യേകിച്ച് പ്രായമായവർക്ക് സന്താനങ്ങളോടൊത്ത് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. ദമ്പതികളായിട്ടുള്ളവർ വളരെയധികം ശ്രദ്ധിക്കുക. ദേഷ്യമൊക്കെ ഒഴിവാക്കണം. വാക്കിൻ്റെ സ്ഥാനത്ത് സ്ഥിതി അനുസരിച്ചും അതുപോലെ തന്നെ നിവൃത്തി സ്ഥാനത്ത് ചൊവ്വയുടെ സ്ഥിതി അനുസരിച്ചും അഭിപ്രായ വ്യത്യാസങ്ങൾ, ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ജീവിത പങ്കാളിയായിട്ടുള്ളവർ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുകയോ ഒക്കെ ചെയ്താൽ ഞാനെന്ന ഭാവം മനസ്സിൽ വെച്ചുകൊണ്ട് സംസാരിക്കുകയോ കാര്യങ്ങളിൽ ഇടപെടുകയോ ഒക്കെ ചെയ്താൽ വലിയ പ്രശ്നങ്ങൾക്ക് സൂചനയുണ്ട്. തൊഴിൽ രംഗത്ത് വിജയങ്ങൾ വന്നു ചേരും. അതായത് പ്രവർത്തികാരകനായിരിക്കുന്ന ചൊവ്വ അവിടെ ബലവാനായിട്ട് നിന്നുകൊണ്ട് തൊഴിൽ സ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നു. എന്നിരുന്നാലും കേതുവാണ് തൊഴിൽ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നത്. ആയതിനാൽ തൊഴിൽ സ്ഥാനത്ത് ഒരു കാര്യവുമില്ലാതെ ചിലപ്പോൾ ചില സാമ്പത്തിക പ്രശ്നങ്ങളോ സഹപ്രവർത്തകരുടെ നിസ്സഹകരണമോ ഒക്കെ ഉണ്ടാകുവാൻ സൂചനയുണ്ട്. വിദേശത്തായിരിക്കുന്നവർക്കും ചില നേട്ടങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സന്ദർഭമാണ്. കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും മറ്റ് അധ്യാപന രംഗത്ത് ജോലി ചെയ്യുന്നവരോ നിയമപരമായ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്നവരോ മറ്റ് സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർ, സാമൂഹിക സന്നദ്ധ സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ നല്ല ഒരു സമയമാണ്. പ്രത്യേകിച്ച് ബാങ്കിങ് മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ഒരു സമയമാണ്. കൊടുക്കൽ വാങ്ങലൊക്കെ നടത്തുന്നത് വളരെ കൃത്യനിഷ്ഠ പാലിക്കുവാനൊക്കെ സാധിക്കും. പ്രധാനമായിട്ട് ധനുരാശിക്കാർ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും യഥാശക്തി ദ്രവ്യസഹിതം സമർപ്പിക്കുന്നതും കൂടാതെ വിഷ്ണു സഹസ്രനാമം ദിവസവും ജപിക്കുന്നതും ഒക്കെ വളരെ ശ്രേയസ്സും യശസ്സും ഒക്കെ വന്നു ചേരുവാനായിട്ട് നല്ലതാണ്, ഉത്തമമാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.